ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് ഇന്ന് ലീഡ്സിൽ ആരംഭിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കളിക്കുന്ന ആദ്യ മത്സരത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി നൽകുക ഏത് ഇംഗ്ലണ്ട് ബൗളർ ആയിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സൂപ്പർ താരം അജിങ്ക്യ രഹാനെ. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമ്പോഴായിരുന്നു രഹാനെ മനസ്സ് തുറന്നത്. ക്രിസ് വോക്സിനെയാണ് ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി രഹാനെ ചൂണ്ടിക്കാട്ടുന്നത്. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ എങ്ങനെ പന്തെറിയണമെന്ന് വോക്സിന് കൃത്യമായി അറിയാമെന്നും ഇന്ത്യൻ താരങ്ങൾക്ക് വോക്സിനെ നേരിടൽ കഠിനമായിരിക്കുമെന്നും രഹാനെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇംഗ്ലണ്ട് നിരയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ക്രിസ് വോക്സ് ഇതുവരെ 57 മത്സരങ്ങളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത്. ഇത്രയും കളികളിൽ 181 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 5 തവണ 5 വിക്കറ്റ് നേട്ടം അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ 9 ടെസ്റ്റുകളിൽ നിന്ന് 23 വിക്കറ്റുകളാണ് ക്രിസ് വോക്സ് നേടിയിട്ടുള്ളത്. ആദ്യ ടെസ്റ്റിനുള്ള പ്ലേയിങ് 11 നേരത്തെ തന്നെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും പിച്ചിനെ കുറിച്ച് നന്നായി പഠിക്കാൻ ടീം ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാറ്റർമാർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പിച്ചാണെന്നും ഒന്നിൽ കൂടുതൽ കോമ്പിനേഷനുകൾ തയ്യാറാണെന്നും പിച്ച് അനുസരിച്ച് അതിനനുയോജ്യമാകുന്ന വിധം കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഗില്ല് പറയുന്നുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് പരിശീലകൻ ഗൗതം ഗംഭീറിനും സെലക്ടർ അജിത് അഗാർക്കർക്കും നിർണായക മുന്നറിയിപ്പ് നൽകി മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. ഗംഭീറും അഗാർക്കറും ഇനിയും തെറ്റുകൾ ആവർത്തിക്കരുതെന്നും ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നുമാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് സർഫ്രാസ് ഖാനെ പുറത്താക്കിയതിൽ വിമർശനം ഉന്നയിച്ചവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് കൈഫും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് താരം രംഗത്തെത്തിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ പ്രതിസന്ധിയിലായ BCCI 2027 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മുന്നിൽ കണ്ട് ഒരു യുവനിരയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സായ് സുദർശൻ, അർഷ്ദീപ് സിംഗ് എന്നിവർ തങ്ങളുടെ ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കായി സജ്ജമാകുമ്പോൾ കരുൺ നായർ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയിരിക്കുക കൂടിയാണ്. അഭിമന്യു ഈശ്വരനും ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. സായ് സുദർശന് മുമ്പ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പ്ലേയിങ് 11 ഇടം നേടാൻ അർഹനായ താരം അഭിമന്യു ഈശ്വരനാണെന്ന് കൈഫ് പറയുന്നുണ്ട്. 27 ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറികളും 8000-ൽ കൂടുതൽ FC സെഞ്ചുറികളും കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഇംഗ്ലണ്ടിൽ ഇന്ത്യ Aക്ക് വേണ്ടി റൺസ് നേടിയ സർഫ്രാസിനെ ഒഴിവാക്കിയതിലൂടെ സെലക്ടർമാർ ഒരു തെറ്റ് ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ലീഡ്സ് ടെസ്റ്റിൽ നിന്ന് അഭിമന്യു ഈശ്വറിനെ മാറ്റി നിർത്തി അത് ആവർത്തിക്കരുത് എന്നായിരുന്നു കൈഫ് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.